ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടടുത്ത് ആര്യടൻ ഷൗക്കത്ത് 54,851 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷൗക്കത്തിന് ലഭിച്ചത്. 55,680 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത്. കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ച ഭൂരിപക്ഷം. അർദ്ധ സെഞ്ചുറി കടന്നുള്ള ഭൂരിപക്ഷം UDF പോലും സ്വപ്നം കണ്ടിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 11,077 വോട്ടിന്റെ ഇരട്ടിയോളം ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. എല്ലാത്തിനെയും അടപടലം മറിച്ച് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷത്തോടടുത്ത് 54,851 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷൗക്കത്തിന് ലഭിച്ചത്. 55,680 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുലിന് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത്. രാഹുൽ രാജിവെച്ച് പകരം വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 65,163 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ നിന്നും ലഭിച്ചത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ 81,227, UDF സ്ഥാനാർത്ഥി VV പ്രകാശ് 78,527, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അശോക് കുമാർ 8,595 വോട്ടുകൾ നേടി. അൻവറിന്റെ ഭൂരിപക്ഷം 2,700 വോട്ട്. 8 മാസം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തെ 77,737, LDF സ്ഥാനാർത്ഥി M സ്വരാജ് 66,660, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 19,760, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ 8,635 വോട്ടുകളുമാണ് ലഭിച്ചത്. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം ഷൗക്കത്തിന് ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ 11,258 വോട്ടുകൾ ഇത്തവണ അധികം പോൾ ചെയ്തിട്ടുണ്ട്. 1,85,335 വോട്ടുകളാണ് ഇത്തവണ പോൾ ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നേടിയ 19,760 വോട്ടും ഇത്തവണ അധികം പോൾ ചെയ്ത 11,258 വോട്ടും കൂടിയാൽ തന്നെ 31,018 വോട്ടുകളാണുള്ളത്. ഇവയും മറികടന്നുള്ള മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഷൗക്കത്ത് നേടിയത്. LDFിൽ നിന്നും UDFിലേക്ക് വോട്ടിന്റെ കുത്തൊഴുക്കുണ്ടായതാണ് മൃഗീയ ഭൂരിപക്ഷം തെളിയിക്കുന്നത്. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ഷൗക്കത്ത് ഭൂരിപക്ഷം നേടി. നിലമ്പൂർ നഗരസഭയിൽ നിന്നാണ് UDFന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ലഭിച്ചത്. 10,424 വോട്ടാണ് ഭൂരിപക്ഷം. ഉപതെരഞ്ഞെടുപ്പിൽ 3,967 വോട്ടായിരുന്നു ഭൂരിപക്ഷം. വൈക്കടവ് 985, അമരമ്പലം 6,445, ചുങ്കത്ര 7,473, പോത്തുകല്ല് 4,764, എടക്കര 5,694, മൂത്തേടം 6,014. ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് 118 വോട്ട് ലീഡ് സമ്മാനിച്ച കരുളായി പഞ്ചായത്തിൽ ഇത്തവണ 3,544 വോട്ടുകളുടെ ലീഡ് ഷൗക്കത്തിന് ലഭിച്ചു. 2021 PV അൻവറിന് കിട്ടിയ 81,227 വോട്ടിൽ നിന്നും 22,492 വോട്ട് കുറവാണ് U ഷറഫലിക്ക് ഉണ്ടായത്. ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് നേടിയ 66,660 വോട്ടിലും 7,925 വോട്ടിന്റെ കുറവ് ഇത്തവണ LDFിനുണ്ടായി. അതേസമയം NDA നില മെച്ചപ്പെടുത്തി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും NDAക്ക് കിട്ടിയ വോട്ടിൽ വർധനവുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിൽ 8,635 വോട്ടാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ലഭിച്ചത്. ഇത്തവണ NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് 12,660 വോട്ടുകൾ നേടി. 4,025 വോട്ടിന്റെ വർധനവാണുണ്ടായത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika
Weddings.